നമസ്കാരം. നിരന്തരം അച്ചടക്ക ലംഘനങ്ങളും വെല്ലുവിളിയും നടത്തുന്ന കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായിട്ടുള്ള EP ജയരാജന് പാർട്ടി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരു അവസാന ചാൻസാണ്. ബംഗാൾ ഉൾപ്പെടെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം BJPയിലേക്ക് പോകുന്നതിനായി കേരള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവാദം. അത് തുടരാതിരിക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം വളരെ ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ എടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങൾ വരെ എടുത്തിട്ട് അലക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ ഇതോടുകൂടി വേണമെങ്കിൽ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് CPM നേതൃത്വം കരുതുന്നത് പോലും. CPMന്റെ ഫണ്ട് റൈസർ കൂടിയായിട്ടുള്ള EP ജയരാജൻ വാ തുറന്നാൽ പലതും നഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്കാണ് എന്ന് അവർക്കറിയാം. ഈ സാഹചര്യത്തിലാണ് പുലി പതുക്കെ പുറകോട്ട് ചുവട് വയ്ക്കുന്നത് പോലെ അച്ചടക്ക നടപടിയുടെ വടിയെടുത്തു വന്ന കേന്ദ്ര നേതൃത്വവും മാളത്തിലേക്ക് പതുങ്ങിയിരിക്കുന്നത് എന്ന് പറയേണ്ടും EP ജയരാജനെ ഭയന്നുകൊണ്ട്. എന്നാൽ തനിക്കൊന്നും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം വിവാദങ്ങൾക്കിടയിൽ EP ജയരാജൻ പുലർത്തുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടതാണ്. EP പേടിയിൽ മുട്ടുമടക്കിയതാണോ CPM എന്ന് ചോദ്യമുണ്ട്. എല്ലാം കോംപ്രമൈസ് ആക്കിയപ്പോൾ ബാക്കിയാവുന്നത് ഇത്തരത്തിലുള്ള ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളല്ലേ? BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്ന ആരോപണത്തിന് വിധേയനായിട്ടുള്ള LDFന്റെ കൺവീനറായിട്ടുള്ള EP ജയരാജനെ കൈവിടാതെ തന്നെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു നിർത്തുന്നത് എന്തുകൊണ്ടാണ് CPM? എന്തിന്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജനെ കൈവിടാത്ത നിലപാടാണ് പാർട്ടി കൈക്കൊണ്ടത് എന്നുള്ളതാണ്. അതേസമയം പാർട്ടിയിൽ നിന്നും ചില നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വച്ചിരുന്നു. ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കുവാനും ഒപ്പം തന്നെ ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധമൊക്കെ അവസാനിപ്പിക്കണമെന്നുമൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ തന്നെയാണ് പാർട്ടി മുതിർന്ന നേതാവിന് മുന്നിൽ വച്ചത്. EP ജയരാജൻ തിരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം നടത്തിയ പത്രപ്രസ്താവന എന്ന് പറയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരിശോധിച്ചുവെന്നും EP ജാവദേക്കർ കൂടിക്കാഴ്ച തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ദോഷം ചെയ്യില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദനടക്കം പറയുന്നുണ്ട്. അത് വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞതുമാണ്. ഒപ്പം തന്നെ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് EP ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഇവിടെ MV ഗോവിന്ദൻ. BJP നേതാവിനെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് നേരിൽ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യം അത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുമുണ്ട്. അതുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് വലിയ പ്രചാരവേല നടത്തുന്നത് ഇപ്പോൾ എന്നാണ് MV ഗോവിന്ദൻ്റെ വാദം. അതായത് രാഷ്ട്രീയ എതിരാളികളെ പല സന്ദർഭങ്ങളിലായി നേരിൽ കാണുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്ര കരുത്ത് മാത്രമേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളൂ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പൈങ്കിളി ശാസ്ത്രം വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുകൂടി ഗോവിന്ദൻ പറഞ്ഞു വെക്കുകയാണ്. മൊത്തം മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള വാർത്ത. ശോഭാ സുരേന്ദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് LDF കൺവീനറായിട്ടുള്ള ഈ EP ജയരാജന് നിർദ്ദേശം നൽകി എന്നതും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും BJPയും തമ്മിലുള്ള ചർച്ചയിൽ ജയരാജൻ എന്ന് പറയപ്പെടുന്ന EP ജയരാജൻ ഇടനിലക്കാരനായി പ്രവർത്തിച്ചുവെന്ന് പ്രതിപക്ഷവാദത്തിനിടെയാണ് EPയെ സംരക്ഷിക്കുന്ന നിലപാട് ഇപ്പോൾ പാർട്ടി സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യവും ശ്രദ്ധിക്കണം. ജയരാജനെതിരെ പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ അതിർത്തിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വോട്ടെടുപ്പ് ദിവസം തുടങ്ങുമ്പോൾ BJP നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇങ്ങനെ പരസ്യമായി രംഗത്ത് വരുവാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി അത് നേതൃത്വത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പൊതുവിലെ സാഹചര്യം എന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതിനെക്കുറിച്ച് ജയരാജൻ തുറന്നു പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിന് സമീപമുള്ള മകൻ്റെ ഫ്ലാറ്റിൽ വെച്ച് BJP കേരള പ്രഭാരിയുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച. അതെന്തിനായിരുന്നു എന്ന് പറയണ്ടേ? അതും തുറന്നു പറയണ്ടേ? CPMലെ അസ്വാരസ്യം മനസ്സിലാക്കിയ പ്രതിപക്ഷം ജയരാജനിലൂടെ BJPയിലേക്ക് എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് ആരോപിക്കുകയാണ്. അത്തരത്തിൽ ആരോപിച്ച് വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ ചില തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമുണ്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ തണുപ്പൻ പ്രതികരണത്തോടും പലപ്പോഴും പലയിടങ്ങളിലും അത്തരത്തിലുള്ള അതൃപ്തി പുകയുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ നേതാക്കൾ വിഷയം ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന യെച്ചൂരിയുടെ അവ്യക്ത പ്രസ്താവന അത്തരം പ്രതിസന്ധികളുള്ള അദ്ദേഹത്തിൻ്റെ പതിവ് പ്രതികരണമായി കണക്കാക്കപ്പെടുമ്പോൾ ഇതിനെല്ലാം ഒടുവിലാണ്
ഇ പി ജയരാജനെ തള്ളാതെ പാർട്ടി ചേർത്ത് നിർത്തുന്നത് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരം അച്ചടക്ക ലംഘനം നടത്തുകയും വെല്ലുവിളി നടത്തുകയും ചെയ്യുന്ന ഇ പി ജയരാജനെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ തൊടാൻ കഴിയില്ല ഈ CPM എന്ന് പറയപ്പെടുന്ന സംസ്ഥാന പാർട്ടിക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇ പി ജയരാജനെ ഒന്ന് നുള്ളി നോവിക്കുവാൻ ശ്രമിക്കുന്ന പാർട്ടി സെക്രട്ടറി അടക്കം അവസാനം CPMൻ്റെ പല ഉന്നത നേതാക്കളും നിന്ന് കരയേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇ പി ജയരാജനെ ഒന്ന് തൊട്ട് തലവടാൻ പോലും ഈ പാർട്ടിക്ക് കഴിയില്ല എന്നതാണ്. ഇ പി ജയരാജനെ തൊട്ടാൽ പൊള്ളുന്നത് പിണറായി വിജയനായിരിക്കുമെന്നുള്ളൊരു രഹസ്യം അത് ഇ പിക്കും ഗോവിന്ദനും ഈ പറയുന്ന പിണറായിക്കും മാത്രമല്ല, പ്രതിപക്ഷമടക്കം ആരോപിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമൂഹം കൂടിയുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് ഇ പിയെ ഭയമാണ് പിണറായിക്കും CPMനും. അതുകൊണ്ട് തന്നെയാണ് ഇ പിയെ സംരക്ഷിച്ചു നിർത്തുന്നതും അദ്ദേഹത്തിന് ഇങ്ങനെ സുരക്ഷിത കവചമൊരുക്കി ഇതേ പാർട്ടിയിൽ തന്നെ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിൽ ഇ പിയെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിലുള്ള ഉത്തരം ഈ പിണറായി വിജയൻ്റെയും ഒപ്പം തന്നെ പാർട്ടിയുടെയും നിലനിൽപ്പാണ് എന്ന് പറയേണ്ടി വരും. ഒപ്പം ഇ പി എന്ന് പറയപ്പെടുന്ന ഇ പി ജയരാജനെ ഭയമാണ് ഈ പാർട്ടിക്ക് എന്ന് വെളിപ്പെടുത്തേണ്ടിയും വരും.